നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നോക്കാൻ ഉദ്ദേശിച്ചത് ഓക്കെ, മൂവിങ് ഓൺ എന്നതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകാം എന്ന് പറഞ്ഞാൽ ഇവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? നമ്മൾ കുറേ നാൾ മുന്നേ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുറച്ച് നാളായി, എനിക്ക് തോന്നുന്നു 1 മന്തൊക്കെ കൂടുതലായിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോവാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്കറിയണമല്ലോ. മനുഷ്യൻ്റെ എനർജീസാണ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായി റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, വേറെന്താണ്, ഇതിൽ എന്താ റീഡിങ് വന്നാലും അത് ന്യൂട്രലായി മാത്രം എടുക്കുക. കാരണം ഇത് നമ്മുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പറയാം, നാളെ പേഴ്സണൽ റീഡിംഗ് ഉണ്ടായിരിക്കും, മറ്റന്നാൾ പേഴ്സണൽ റീഡിംഗ് ഉണ്ടായിരിക്കില്ല കേട്ടോ. മറ്റന്നാൾ സമയം കിട്ടുമെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ നാളത്തേക്കുള്ള വീഡിയോ കൂടെ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഇരിക്കുന്നത്. റെക്കോർഡ് ചെയ്യാൻ പറ്റിയാൽ ഇടും, ഇല്ലെങ്കിൽ നോക്കട്ടെ എന്ത് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോയാലോ? ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ, എൻ്റെ വ്യൂവേഴ്സ് അവരുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റിയാക്റ്റ് ചെയ്യുക? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ, എൻ്റെ വ്യൂവേഴ്സ് അവരുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ തീരുമാനിച്ചു എന്നവരോട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ റിയാക്ഷൻ എന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ ശ്രമിക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റിയാക്റ്റ് ചെയ്യുക? പ്ലീസ് ഗൈഡ്. ചെറിയ റീഡിങ് ചെയ്യുന്നുള്ളൂ കേട്ടോ, പാക്കിങ്ങിൻ്റെ ഒക്കെ തിരക്കാം. എംപ്രസ്, ഓക്കെ, എംബ്ര, ഹാൻഡ്മാൻ. കേസ് ബൈ കേസ് എടുക്കേണ്ട സ്ഥിതി ആയിരിക്കും കേട്ടോ. King of Cups, Wheel, 5 of Pentacles, Justice, Knight of Cups, King of Wands, 10 of Cups, 4 of Wands, Page of Pentacles. ഡെക്ക് വന്നിട്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് പേജ് ഓഫ് കപ്സ്. ആദ്യമായിട്ട് അവർ നിങ്ങളുടെ അടുത്ത് പറയും, നിങ്ങൾ അവരുടെ ലൈഫിലെ എംപ്രസ് ആണ്, നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല, ദയവേത് അവരെ വിട്ടു പോകരുത് എന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് പറയും കേട്ടോ. സത്യത്തിൽ അവർക്ക് സാധിക്കില്ല, നിങ്ങളില്ലാതെ ജീവിക്കാനൊന്നും അവർക്ക് സാധിക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകരുത് എന്ന് തന്നെ ഇവർ പറയും. ഇനി നിങ്ങളുടെ ഇടയിൽ ഉള്ള പ്രശ്നം കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനത്തെ ഡിഫറൻസസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പദവി, അവർ നിങ്ങളെക്കാൾ കുറച്ച് 4 പേര് അറിയുന്ന വ്യക്തിയായിരിക്കാം, അതൊക്കെ ആയിരിക്കണം അവിടെ തടസ്സമെങ്കിൽ അവിടെ എന്തായിരിക്കും നോക്കാം. ക്ലാരിഫൈ ദി എംപറർ, ക്ലാരിഫൈ ദി എംപറർ. അവരെന്തായിരിക്കും ചെയ്യുക? ക്ലാരിഫൈ ദി എംപറർ. അവിടെ അവർക്ക് സ്നേഹമാണ് വലുത് എന്നവർ പറയും. എന്ത് ഡിഫറൻസസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിലും നിങ്ങളെ അവർക്ക് വലിയ ഇഷ്ടമാണ്, അതൊന്നും ഞാൻ വകവയ്ക്കുന്നില്ല, ഞാൻ നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ മുന്നോട്ട് തന്നെ പോവുകയാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയും. കാരണം അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ആ ഇഷ്ടം അവർക്ക് കണ്ടില്ല എന്ന് വെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ലൈഫ് മതി എന്നവർ തീരുമാനിക്കും. ബാക്കി എല്ലാം പോകട്ടെ, നിങ്ങൾ മതി എന്ന് തീരുമാനിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. എംപററും എംപ്രസും വരുമ്പോൾ, ഒന്നിച്ച് വരുമ്പോൾ എന്താണ്? അതൊരു കപ്പിളാണ്, പാർട്ട്നേഴ്സാണ് അല്ലേ? അതൊരു കൺഫർമേഷനുമാണ്. ക്ലാരിഫൈ ദി ഹാൻഡ്മാൻ, ക്ലാരിഫൈ ദ ഹാൻഡ്മാൻ, ക്ലാരിഫൈ ദ ഹാൻഡ്മാൻ. ലവേഴ്സ്, അവിടെയും അത് തന്നെയാണ്. ഓക്കെ, അവർ എന്തെങ്കിലും സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, ഒരു തീരുമാനം എടുക്കാതെ
നിങ്ങളെ ജഗിൾ ചെയ്യിക്കുകയാണ്, അവരും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അവിടെയും അവർക്ക് റിയലൈസേഷൻ വരും. നിങ്ങളുടെ സ്നേഹം അവർക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യും, അതിന് വേണ്ട ആക്ഷൻസ് എടുക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളെ വിട്ട് കളയാൻ അവർ തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെ. ഓക്കെ, ആ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്നും പുറത്ത് വരാനുള്ള വഴികൾ എന്താണ് എന്ന് തീർച്ചയായും അവർ ആലോചിക്കും, അവരുടെ ചിന്തകൾ മാറി വരും എന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് അതും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്, ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്, ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്. ജഡ്ജ്മെൻറ്റ്. അവിടെ ഒരു കേസ് കാരണമായിരിക്കും അവർ സ്നേഹം ഒരുപാട് മനസ്സിലുണ്ടെങ്കിലും ആക്ഷൻ ഒന്നും എടുക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തത്. എന്തുകൊണ്ടാണ് ആക്ഷൻ എടുക്കാതിരിക്കുന്നത് നമുക്കറിയണമല്ലോ. അവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് വന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു കേസിൻ്റെ വിധിയായിട്ടോ എല്ലാമായിട്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു. അത് നിങ്ങളുടെ അടുത്ത് പറയും, ഞാൻ ഹെൽപ്ലെസ് ആണ്, ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഈ ഒരു പ്രശ്നം കാരണം, നിങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ ഒരു തീരുമാനം എടുക്കാതെ ഇരിക്കുന്നത്, കുറച്ചുകൂടി സമയം തരൂ, വിട്ടുപോകരുത് എന്ന് തന്നെ ഇവർ നിങ്ങളുടെ അടുത്ത് അപേക്ഷിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് വേറെ ബുദ്ധിയൊന്നും തോന്നരുത് എന്നുള്ള രീതിയിൽ അവർ നന്നായി മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് തന്നെ കാണുന്നു. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ പറയും തൽക്കാലം ഒന്നും മിണ്ടാതിരിക്കും. ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നു എന്ന് പറയുമ്പോൾ ഓരോ കാർഡ് ഓരോരുത്തരുടെ എനർജിയാണ്. ഓക്കെ, ഇതും പറഞ്ഞു അതും പറഞ്ഞു, അതെന്താ കൺഫ്യൂസ്ഡ് ആവരുത്. ഓരോരോ സിറ്റുവേഷൻ ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങൾക്കറിയായിരിക്കും. ഈ ഗ്രൂപ്പുകാർ പറയുന്നത് സിറ്റുവേഷൻസ് മാറി വരണം, അത് ഓർഗാനിക്കലി മാറി വരണം, നാച്ചുറലായിട്ട് മാറി വരണം. അല്ലാതെ അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇത് എന്ന് അവർ പറയും കേട്ടോ. വെയിറ്റ് ചെയ്യാമെങ്കിൽ വെയിറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ സമയം മാറി വരട്ടെ, ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം ശരിയാവട്ടെ. അതായത് അവരുടെ സൈഡിൽ നിന്ന് ആക്ഷൻ ഒന്നും എടുക്കാൻ അവർക്ക് സാധിക്കില്ല. ഓർഗാനിക്കലി ആ സിറ്റുവേഷൻ മാറി വരണം, മാറി വരുമ്പോൾ ആലോചിക്കാം എന്നുള്ള രീതിയിൽ മറുപടി പറയുന്നവരും ഉണ്ട്. ഓക്കെ, ആ ഗ്രൂപ്പുകാരാണ് ഇത്, വീലിൻ്റെ ആൾക്കാർ കേട്ടോ. മറ്റു ചിലർക്ക് ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയാണ് അവരുടെ തടസ്സം. അവർക്ക് ജോലി ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി ശരിയായിരിക്കില്ല, അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. ഭയങ്കരമായ വ്യത്യാസം നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസിൽ ഉണ്ടായിരിക്കാം. അതെല്ലാം അവർക്ക് ഭയങ്കരമായൊരു തടസ്സമായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് ഉടനെ ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കില്ല. ആ സിറ്റുവേഷൻസിലുള്ളവരാണ്. ഓക്കെ, ആ സിറ്റുവേഷൻസിലുള്ളവർ പറയും ഉടനെ ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊന്ന് മാറി വരും വരെ വെയിറ്റ് ചെയ്താലേ പറ്റൂ. അല്ല, മൂവിങ് ഓൺ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യൂ എന്ന് പറയും. കാരണം സമയമെടുക്കും ഇത് ശരിയായി വരാൻ. ഉടനെ ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ അവർക്ക് പ്രാപ്തിയില്ല. അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പ്രാപ്തിയില്ലാത്തത് കൊണ്ടാണ് എന്ന് അവർ പറയും. ഓക്കെ, ജസ്റ്റിസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ക്ലാരിഫൈ ജസ്റ്റിസ്, ക്ലാരിഫൈ ജസ്റ്റിസ്, ക്ലാരിഫൈ ജസ്റ്റിസ്. 2 of Wands. അവിടെ അവർ പറയും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഉടനെ ഒരു തീരുമാനം എടുത്താൽ അത് അവരുടെ തേർഡ് പാർട്ടിയോട് ചെയ്യുന്ന, അതൊരു തേർഡ് പാർട്ടി ഉള്ള ഒരു പേഴ്സണാണ്. ഓക്കെ, അതായത് അവർ മാരീഡ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഓക്കെ, അപ്പം അവർ പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഉടനെ ഒരു തീരുമാനം എടുത്താൽ, ഞാൻ വീണ്ടും പറയുകയാണ്, ഓരോ കാർഡ് ഓരോരുത്തരുടെ എനർജിയാണ്. ഇതെല്ലാം കൂടി പറഞ്ഞ് കൺഫ്യൂസ് ആക്കുന്നു എന്ന് വിചാരിക്കരുത്. ഓരോ സെറ്റ് കാർഡ്സ് ഓരോരുത്തരുടെ എനർജിയാണ്. കാരണം ഒരുപാട് പേര് റീഡിങ് കാണുന്നതാണ്. എൻ്റെ റീഡിങ് ഞാൻ അങ്ങനെ പ്രത്യേക രീതിയിലാണ് ചെയ്യാറ്. അത് മനസ്സിലാക്കി കാണുക കേട്ടോ, കൺഫ്യൂസ്ഡ് ആവരുത്. ഈ സെറ്റ് ഓഫ് കാർഡ്സിൽ കണക്റ്റ് ആയിട്ടുള്ള എനർജി എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്. ഓക്കെ, ആ സ്പൗസിനോട് ചെയ്യുന്ന അന്യായമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം ഉടനെ എടുത്താൽ എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ.
അവിടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് അവർക്ക് താല്പര്യം. ഇപ്പുറത്തെ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് വിട്ട് കളയാൻ പറ്റില്ല, നിങ്ങളെയും വിട്ട് കളയാൻ പറ്റില്ല. അപ്പം അവർ പറയും നിങ്ങൾ മനസ്സിലാക്കണം, ഇതേ സിറ്റുവേഷനിൽ പാരലായിട്ട് മാത്രമേ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അവർക്ക് അവരുടെ ഫാമിലിയെ ഉപേക്ഷിക്കാൻ കഴിയില്ല, നിങ്ങളെയും ഉപേക്ഷിക്കാൻ കഴിയില്ല. ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൂടെ എന്ന് ഇവർ ചോദിക്കും. ഓക്കെ, അടുത്ത ഗ്രൂപ്പുകാർ, അവർ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടാണ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അവരോടി വന്ന് മാപ്പ് പറയും. കേട്ടോ, സോറി, ഇനി അങ്ങനെ ഉണ്ടാവില്ല, ദയവേത് വിട്ടു പോകരുത് എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ട് കാണും. ഓക്കെ, കിങ് ഓഫ് ഫോൺസ് വെച്ചിട്ട് ഈ ഗ്രൂപ്പുകാർ തീർച്ചയായും നിങ്ങളെ പോകാൻ അനുവദിക്കില്ല. കാരണം അവർക്ക് നിങ്ങളോട് സ്നേഹത്തോടൊപ്പം ബഹുമാനമാണ്, നിങ്ങളെ വളരെ ഹൈ ലെവലിലാണ് അവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ സാന്നിധ്യം എന്നും അവിടെ വേണമെന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ പറയും പോകാൻ സമ്മതിക്കും, അങ്ങനെ പോകാനൊന്നും പറ്റില്ല, എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് തന്നെ ഇവർ പറയും. ഓക്കെ, 10 ഓഫ് കപ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ക്ലാരിഫൈ 10 ഓഫ് കപ്സ്, ക്ലാരിഫൈ 10 ഓഫ് കപ്സ്, ക്ലാരിഫൈ 10 ഓഫ് കപ്സ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഈ ഗ്രൂപ്പുകാർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് കൂടുതലായിട്ട് ഉണ്ടായിരിക്കും. കേട്ടോ, ഇവർ മാരീഡ് ആണോ അല്ലയോ, അവർക്കൊരു ഫാമിലി ഉണ്ടല്ലോ, ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി എങ്കിലും ഉണ്ടായിരിക്കും. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിൽ സ്പൗസ്, കുട്ടികൾ, അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റീസ് ഇവർക്ക് ഒരുപാടായിട്ട് ഉണ്ട്. ഓക്കെ, എനിക്ക് കൂടുതലായിട്ടും ഇത് മാരീഡ് അല്ലാത്ത റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് തോന്നുന്നത്. അച്ഛൻ, അമ്മ, അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റി. അവിടെ കടങ്ങൾ തീർക്കാനോ അല്ലെങ്കിൽ ഇവർ ആ വീട്ടിലെ മൂത്ത മകനോ മകളോ ആയിരിക്കാം. അങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവരുടെ പാരൻസ് പറയുന്നത് പ്രകാരമേ ഇവർ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ സമ്മതം കിട്ടും വരെ വെയിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറയും. അവരതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഈ റിലേഷൻ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയും. കുറച്ച് വെയിറ്റ് ചെയ്യൂ, അവരെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. കാരണം എനിക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കളഞ്ഞിട്ട് വരാൻ പറ്റില്ല. എൻ്റെ പാരൻസ് പറയുന്നതിനനുസരിച്ച് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവരുടെ സമ്മതം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യൂ എന്ന് പറയും. കേട്ടോ, 4 ഓഫ് വാണ്ട്സ് വെച്ചിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ തരും ഈ ഗ്രൂപ്പുകാർ. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നൊക്കെ പറഞ്ഞാൽ അയ്യോ എനിക്ക് പറ്റില്ല നിങ്ങളില്ലാതെ, തീർച്ചയായിട്ടും ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് തരും. അത് കല്യാണം ആവട്ടെ, ലവ് പ്രപ്പോസൽ ആവട്ടെ, ഉടനെ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരും. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് സമ്മതമാണെന്ന് അറിയിക്കും എന്നാണ് കാണുന്നത്. കേട്ടോ, പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കും മറ്റു ചിലർ. സംസാരിച്ച കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. കേട്ടോ, എന്ന് വെച്ചാൽ ടൈം വേണം എന്ന് തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങളുമായിട്ട് സംസാരിച്ച് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ട് കാണുന്നു. പേജ് ഓഫ് കപ്സും അത് തന്നെയാണ്. വളരെ സ്നേഹത്തോടെ സംസാരിച്ച് നമുക്ക് ഒരുമിച്ചിരുന്ന കാര്യങ്ങൾ സംസാരിക്കാം. ഫ്രണ്ട്സിനെ ഉൾപ്പെടുത്തി സംസാരിക്കും. ഫ്രണ്ട്സിനെ കൊണ്ട് നിങ്ങളുടെ അടുത്ത് സംസാരിപ്പിച്ച് അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ കേട്ടോ, കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാം. ഡിവൈൻ ഗിവ് മീ സം മോർ കാർഡ്സ്, ഗിവ് മീ സം മോർ കാർഡ്സ്. എൻ്റെ വ്യൂവേഴ്സ് മൂവ് ഓൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സൻ്റെ പ്രതികരണം എന്തായിരിക്കും? 3 ഓഫ് കപ്സ്. വീണ്ടും ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഫ്രണ്ട്സിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ ശ്രമിക്കും. ഫ്രണ്ട്സിനെ കൊണ്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനൊക്കെ ശ്രമിക്കും. കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം, വിട്ടു പോവരുത്, അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നറിയില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കാൻ ട്രൈ ചെയ്യും. കേട്ടോ, 2 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൺ ദേഷ്യപ്പെട്ടൊക്കെ മാറിയിരിക്കുകയായിരുന്നു. അപ്പം നിങ്ങളും ആ ദേഷ്യത്തിന് ഞാൻ മൂവ് ഓൺ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഒരു റീയൂണിയന് വേണ്ടി ഓടി വരും എന്നാണ് കാണുന്നത്. കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല, നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമാണ്. അപ്പോൾ തീർച്ചയായിട്ടും റീയൂണിയന് വേണ്ടിയിട്ട് ഓടി വരും എന്ന് തന്നെയാണ് കാണുന്നത്. കേട്ടോ, ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ പേഴ്സൺ ഉണ്ടല്ലോ, ഉടനെ തന്നെ ഒന്നുകിൽ ഒരു ടാരോ റീഡിങ് എടുക്കുക, അല്ലെങ്കിൽ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ അമ്പലത്തിലും പള്ളിയിലും പോയിട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഇവർക്കൊരു ഗുരു ഉണ്ടായിരിക്കും, അവരുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. ടാരോയിൽ ഉടനെ എടുത്തിട്ട് ഇവരെന്നെ വിട്ട് മൂവ് ഓൺ ചെയ്ത് പോകുമോ, ഇപ്പം നിങ്ങൾ ചെയ്യും പോലെ തന്നെ ഇവർ സത്യത്തിൽ എന്നെ വിട്ട് മൂവ് ഓൺ ചെയ്ത് പോകുമോ, എന്താണ് കാണുന്നത് ഒന്ന് പറഞ്ഞു തരുമോ, ഇവരെൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരില്ലേ എന്നുള്ളത് അവർ ഒരു ടാരോ റീഡിങ് 99%
ടാരോ റീഡിങ് എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. പിന്നെ കുറച്ച് സ്പിരിച്വലായിട്ട് മൂവ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്, ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ, ഗിവ് മീ സം മോർ കാർഡ്സ്. നിങ്ങളാണോ ഇവർക്ക് ടാരോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്? മറ്റു ചിലർ കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് യാതൊരു മറുപടിയും ഇവരുടെ സൈഡിൽ നിന്ന് കിട്ടില്ല. അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം ഒരു തീരുമാനം അറിയിക്കണമല്ലോ. ഒന്നുകിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുമെന്ന് പറയണം, അല്ലെ പോകരുത് എന്ന് പറയണം. ഇവരിത് രണ്ടും പറയില്ല. അത് കൺഫ്യൂസ്ഡായിട്ട് ഒരു മറുപടിയും പറയാതെ നിൽക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇവരുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കും കേട്ടോ. ഇനി ഒരു 2 കാർഡ് കൂടെ എടുത്തു തരാം. ക്വീൻ ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൺ കരയും, എന്താ പറയുക, ഇമോഷണലായിട്ട് ചിലപ്പോൾ ദേഷ്യപ്പെടും, എന്തെങ്കിലുമൊക്കെ വാക്കുകൾ പറയും. സോറി, ഫോക്കസ് വെച്ചിട്ട് മാറിപ്പോയി. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കരയുകയോ ദേഷ്യപ്പെടുകയോ അങ്ങനെയൊക്കെ വളരെ ഇമോഷണലായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. 9 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങളില്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഒന്നും ഇല്ലാത്ത പോലെയാണ്. നിങ്ങളവരെ വിട്ടുപോകരുത് ദയവേത് എന്ന് പറഞ്ഞ് അവർ നിങ്ങളുടെ അടുത്ത് സമ്മതിപ്പിക്കാൻ ശ്രമിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു 99% ആൾക്കാരും നിങ്ങളെ മൂവ് ഓൺ ചെയ്ത് പോകാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത് അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും അങ്ങനെ തന്നെയാണ് നേരത്തെയുള്ള വീഡിയോസിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. വളരെ ചെറിയ ശതമാനം ആൾക്കാരാണ് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങളെ അനുവദിക്കും എന്ന് കണ്ടത്. പക്ഷെ ഇതിനകത്ത് കൂടുതലായും ഒരു 99% അടുപ്പിച്ച് എല്ലാവരും തന്നെ നിങ്ങളുടെ അടുത്ത് പോകരുത് എന്ന് പറയുന്നത് തന്നെയാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. അപ്പം നാളെ ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്. വീഡിയോ നോക്കട്ടെ, സമയം കിട്ടിയാൽ വീഡിയോ ഇടാം, അല്ലെങ്കിൽ മറ്റന്നാൾ ഇടാം കേട്ടോ. നാളെ രാവിലെയാണ് യാത്രയുള്ളത്. അപ്പോൾ അതുകൊണ്ട് സമയം പോലെ ചെയ്യാം. ഷോർട്സ് എന്തായാലും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്തോളൂ. നാളെ ചെയ്യാൻ പറ്റുമായിരിക്കും, മറ്റന്നാൾ പേഴ്സണൽ റീഡിങ് ഇല്ല. ഓക്കെ, അപ്പോൾ വേറൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.